Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തെരുവുനായ വന്യമൃഗ ആക്രമണത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം അത്താണി സെന്റ് ഫ്രാൻസിസ് അസീസി ഇടവക കൂട്ടായ്മ പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്ന 50 ലക്ഷം പേരുടെ ഭീമ ഹർജിയിൽ പങ്കുചേർന്നു. ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഒപ്പുശേഖരണ യജ്ഞം സംഘടിപ്പിച്ചത്. ഇടവക കൂട്ടായ്മ ഒന്നടങ്കം ഈ ഒപ്പുശേഖരണ യജ്ഞത്തിൽ പങ്കെടുത്തു. വികാരി ഫാദർ ജോർജ് വിധേയത്തിൽ അത്താണി ഇടവകയിലെ ഒപ്പുശേഖരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ പരിപാടി ഇവിടെ ഏറ്റവും ഭംഗിയായി നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജോസ് മാവേലി അവരെ ഞാൻ പ്രത്യേകം അനുമോദിക്കുന്നു. അദ്ദേഹം നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ അംഗീകരിക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഇവിടെ കൂടി ഈ മഹത്തായ പ്രയത്നത്തെ നമ്മൾ സഹകരിക്കുന്നത്. ഇത് ബന്ധപ്പെട്ട എല്ലാ അധികാരികളോടും നിയമജ്ഞരോടും എല്ലാ ഈ സമൂഹത്തിന്റെ പേർക്ക് എന്റെ മുമ്പിൽ എനിക്ക് അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്, തെരുവ് നായകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയോ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യണമെന്ന് അധികാരികളോട് ഞാൻ പ്രത്യേകം മനുഷ്യ സ്നേഹത്തെപ്രതി ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. മനുഷ്യജീവനെ വിലകൽപ്പിച്ചുകൊണ്ട് തെരുവു നായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കണമെന്നും വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കണമെന്നും ഫാദർ ആവശ്യപ്പെട്ടു. റെസിഡൻസ് പ്രീസ്റ്റ് വർഗീസ് അസിൻ തൈപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ആമുഖ പ്രഭാഷണം നടത്തി. തെരുവുനായ വിമുക്ത ഭാരതം എന്നൊരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി ഞങ്ങളിപ്പോൾ 50 ലക്ഷം പേരുടെ ഒപ്പുശേഖരണമായി മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെല്ലാവരും ഇപ്പോൾ എല്ലാ സ്ഥലത്തും തന്നെ ഭയങ്കര സ്വീകരണമാണ് ഞങ്ങൾക്കുള്ളത്. ഇന്നിപ്പോൾ അസീസി ഇടവകയിലെ അത്താണിയിലുള്ള അസീസി ഇടവകയിലെ ആളുകളെല്ലാവരും തന്നെ ഒന്നടങ്കം ഇപ്പോൾ ഒപ്പിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ അച്ഛനടക്കം ഞങ്ങൾ സഹകരിക്കുകയാണ്. അങ്ങനെ നിരവധി പേരുടെ സഹകരണം കൊണ്ട് ഇതൊരു വലിയ വിപത്തായിരിക്കുകയാണ്. എന്താണ് വിപത്ത് വെച്ചാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങാൻ ഭയങ്കര ഭയപ്പാടാണ്. പുറത്തിറങ്ങുമ്പോൾ തന്നെ തെരുവുനായ്ക്കൾ കടിച്ചു കയറുന്നു. കൊച്ചുമക്കൾ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. നടന്നു പോകാനേ പറ്റുന്നില്ല. ആവണേന് സഞ്ചരിക്കാവുന്ന കാറിൽ, അടച്ചിട്ട കാറിൽ മാത്രമേ പറ്റുള്ളൂ. ആ രീതിയിലായി തെരുവുനായ്ക്കൾ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ 10 ലക്ഷം തെരുവുനായ്ക്കൾ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും തെരുവുനായ്ക്കൾ കേരളത്തിലുണ്ട്. ഇന്ത്യയിലെ സ്ഥിതി ഇത് തന്നെയാണ്. ഇതുകൊണ്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ തെരുവുനായ്ക്കളെ മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കണം. അതിന് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരണം, ഭരണകർത്താക്കൾ മുന്നോട്ട് വരണം. പള്ളി ട്രസ്റ്റിമാരായ പീറ്റർ പാലേലിൽ, രാജേഷ് മാത്യു, പാരിഷ് കൌൺസിലർ വൈസ് ചെയർമാൻ ജോസ് കുടിയിരിപ്പിൽ, സിസ്റ്റർ റീസ, സിസ്റ്റർ റീന, സിസ്റ്റർ മിഷേൽ, ജോഷി വർഗീസ്, KA ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തെരുവുനായ്ക്കളെ കൂട്ടിലാക്കുക, തെരുവുനായ്ക്കളെ കൂട്ടിലാക്കുക, ജനങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കുക, ജനങ്ങളെ ജീവിക്കുവാൻ അനുവദിക്കുക. ഭരണാധികാരികൾ കണ്ണു തുറക്കുക, ഭരണാധികാരികൾ കണ്ണു തുറക്കുക. മനുഷ്യർക്ക് ജീവിതം നൽകുക.